ഇട്ടിട്ടും ഇങ്ങനെ ഡയലോഗ് അടിക്കാനും ഒരു ചങ്കൂറ്റം വേണേ. ഓ പാവം ചമ്മിപ്പോയി. എന്തിനാ മോൻ ചേട്ടാ വെറുതെ ആ പാവത്തിനെ കളിയാക്കുന്നെ? അവരെയും ആ കരുണാകരൻ ചീത്ത വിളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെ പാവോന്ന് പറഞ്ഞ് നോക്കി നിന്ന മത്സരത്തിൽ ജയിക്കാൻ പറ്റില്ല പാറു. അതെ, നിഷ ചേച്ചി പോലുള്ളവരെ എതിർത്തേ പറ്റൂ. നീ ആരെ എതിർക്കാൻ നിൽക്കണ്ട. സ്വന്തം ജോലി നന്നായിട്ട് ചെയ്താൽ മാത്രം മതി. നീ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പ്രിയൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നീ തോക്കില്ല പാറു. നിന്നെ ജയിപ്പിക്കും. എന്താ മുക്തി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ? ഞാൻ പാർവതിയെ പലതരത്തിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടും അതെല്ലാം മറികടന്ന് അവളിപ്പോ കമ്പനിയിലെ ടൈലറായി മാറി. അതിന് സീതാന്റി എന്നെ ചീത്ത വിളിച്ചതിന് ഓരോ കണക്കുമില്ല. കരുണാകരൻ പോലും എന്നോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചു. ഇനി കൈലാഷ് പ്രഖ്യാപിച്ച സമ്മാനത്തുക കൂടി അവൾക്ക് കിട്ടിയ പിന്നെ എന്നെ കമ്പനിയിലെ സെക്യൂരിറ്റീസ് പോലും റെസ്പെക്ട് ചെയ്യില്ല. നാളെ ഒരു കാരണവശാലും പാർവതി കമ്പനിയിലേക്ക് വരരുത്. അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. നിങ്ങളുടെ കുരുട്ടുബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറ. അവള് വാഷ്റൂമിലേക്കാണല്ലേ? വാ. ബാത്റൂമിൽ വെച്ച് അവളുടെ കാല് വഴിക്ക് വീണ് കയ്യോ കാലോ ഒടിഞ്ഞ അവക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ലേ? ഐഡിയ കൊള്ളാം. പക്ഷേ അവൾ അകത്ത് കയറി വാതിലടിച്ചില്ലേ? ഇനി എന്ത് ചെയ്യാനാ? അതിന് വഴിയുണ്ട്. അവൾക്ക് പണി കൊടുത്തത് നമ്മളാണെന്ന് പാർവതിക്ക് മനസ്സിലാവണം. പക്ഷേ അത് തെളിയിക്കാൻ അവൾക്ക് പറ്റരുത്. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? നിങ്ങൾ വാ. ചെന്ന് തട്ട്. ആരാ ആരാന്ന്? ജെനി, ആയിഷ, വെറുതെ കളിക്കാൻ നിക്കല്ലേ. എനിക്ക് ദേഷ്യം വരും. മതി, വാ. വാ. ആരാ? ആയിഷ, ജെനിഫർ, കളിക്കല്ലേ. ഇനി ഞാൻ പോയി വാതിലിൽ തട്ടാം. നിങ്ങളൊരു ബക്കറ്റില് നന്നായി ഷാമ്പൂ മിക്സ് ചെയ്ത് നിലത്തൊഴിക്കണം. അവൾ എന്തായാലും വഴിക്ക് വീഴണം. അവൾക്ക് ഒരാഴ്ചത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റരുത്. പിന്നെ അവൾ എങ്ങനെ മത്സരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അത് ഞങ്ങൾ ഏറ്റു. ആയിഷ, ജെനിഫർ, കളിക്കല്ലേ. ഞാൻ ഇറങ്ങി വന്നാലുണ്ടല്ലോ. ആയിഷ, ശല്യം ചെയ്ത പോ. ഞാൻ ഇറങ്ങി വന്നാലുണ്ടല്ലോ. ഞാൻ നീ നോയിക്കോ. ആയിഷ, ജെനിഫർ, മീര,
മാഡം സൂക്ഷിച്ച് വഴുക്കും. ആരവിടെ നിലത്ത് സോപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? ആരാ